മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമലയിൽ അവസാനമെത്തുന്ന ഭക്തനും ദർശനം സാധ്യമാക്കി സുരക്ഷിതമാക്കി മടക്കി അയക്കുകയാണ് ലക്ഷ്യമെന്ന് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അരുൺ എസ് നായർ അറിയിച്ചു. ശബരിമല മകരവിളക്ക് മഹോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി എല്ലാ വകുപ്പുകളുടെയും പ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട്. ദേവസ്വം വകുപ്പ് മന്ത്രിയും ജില്ലാ കളക്ടറും ദേവസ്വം ബോർഡ് പ്രസിഡന്റും വിളിച്ചു ചേർത്ത യോഗങ്ങളുടെ ഭാഗമായുള്ള തീരുമാനങ്ങൾ അടിയന്തരമായി പൂർത്തീകരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. വിവിധ വകുപ്പുകൾ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ തൃപ്തികരമാണെന്നും അദ്ദേഹം അറിയിച്ചു. വലിയ ഭക്തജന തിരക്കാണ് ഇത്തവണ ഉണ്ടാകുന്നത്. പ്രതിദിനം 90,000-ന് മുകളിൽ ഭക്തജനങ്ങൾ നിലവിൽ എത്തുന്നുണ്ട്. തിരുവാഭരണ ഘോഷയാത്ര ജനുവരി 12-നാണ് പന്തളത്തുനിന്ന് ആരംഭിക്കുന്നത്. ഇത് സുഗമമായി നടത്തുന്നതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും വിവിധ വകുപ്പുകൾ ജനുവരി 10-ന് മുൻപ് പൂർത്തിയാക്കി പുനരവലോകനം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. മകരവിളക്ക് ദർശിക്കുന്നതിനായി ഭക്തന്മാർ കൂടുന്ന സ്ഥലങ്ങളിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പോലീസ്, വനം, ആരോഗ്യ വകുപ്പുകളെ ഏകോപിപ്പിച്ച് പരിശോധന നടത്തും. വലിയാനവട്ടത്ത് തിരക്കുണ്ടായാലും ഘോഷയാത്രയെ ബാധിക്കാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ കൈക്കൊള്ളുന്നതിന് വനം വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിൽ മണ്ഡലവിളക്ക് മഹോത്സവം കഴിഞ്ഞ് മകരവിളക്കിന് വേണ്ടിയിട്ടുള്ള 4ാമത്തെ ദിവസമാണ് ഇന്ന്. വളരെ വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് കഴിഞ്ഞ 4 ദിവസങ്ങളിലായി നട തുറന്ന മുതൽ നമ്മൾ ദൃശ്യമാകുന്നത്. പക്ഷേ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടി ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും അടക്കം പ്രത്യേക സഹായത്തോടു കൂടി ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പ്രത്യേകിച്ച് ആക്ഷേപങ്ങളൊന്നുമില്ലാതെ കഴിയുന്നത്ര വേഗത്തിൽ ദർശനം സുഗമമായി സാധ്യമാക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ വകുപ്പുകളുടെയും ഭാഗത്തു നിന്ന് കൃത്യമായി നിർവഹിക്കപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് പ്രധാനമായും 2 ആക്ടിവിറ്റീസാണ് ശബരിമലയിൽ ഈ ഒരു സമയത്ത് വരുന്നത്. ഒന്ന് തിരുവാഭരണ ഘോഷയാത്രയും അതുപോലെ തന്നെ ജനുവരി 14-ന് നടക്കുന്ന മകരവിളക്ക് ഉത്സവവുമാണ്. അതിൽ തിരുവാഭരണ ഘോഷയാത്രയുടെ ഭാഗമായിട്ടും മകരവിളക്ക് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടും ഒരു അവലോകന യോഗം ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ 28-ാം തീയതി നടന്നിരുന്നു. അതിനുശേഷം തിരുവാഭരണ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട മറ്റൊരു ചർച്ച ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയും നേതൃത്വത്തിൽ പന്തളത്ത് വെച്ചും നടന്നിരുന്നു. ആയതിൽ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനം വരെ, പന്തളത്ത് നിന്ന് തുടങ്ങി സന്നിധാനം വരെ എത്തുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചർച്ച ചെയ്യുകയും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. 12-ാം തീയതിയാണ് തിരുവാഭരണം പന്തളത്തിൽ നിന്ന് ആരംഭിക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായി തന്നെ ഏകദേശം 10-ാം തീയതിയോടുകൂടി തന്നെ ഈ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കുന്നതിനും അതുപോലെ തന്നെ അതൊന്നും കൂടി ഒന്ന് പരിശോധിക്കുന്നതിനും വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റുകൾക്കൊരു ടൈം ലൈൻ തന്നെ ഫിക്സ് ചെയ്ത് നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഫോളോ അപ്പുകളും നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നിലയ്ക്കലും പമ്പയിലും ഹൈ ലെവൽ മീറ്റിങ്ങുകൾ ചേർന്നിരുന്നു. അതിൽ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഏകോപനവും അതുപോലെ തന്നെ തുടർ നിർദ്ദേശങ്ങളും നമ്മൾ പരിശോധിച്ചിരുന്നു. ഇന്ന് സന്നിധാനത്തും ഒരു ഹൈ ലെവൽ മീറ്റിംഗ് ബഹുമാനപ്പെട്ട SO വിളിച്ചു ചേർത്തതനുസരിച്ചിട്ട് മറ്റ് വകുപ്പുകളുടെ എല്ലാം നടന്നിരുന്നു. അതിലും വിവിധ വകുപ്പുകൾക്ക് സൂചിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ മറ്റ് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയതും വിശദമായി തന്നെ ചർച്ച ചെയ്തു. അതിൽ നടപടികൾ സ്വീകരിക്കേണ്ട വകുപ്പുകൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി അടുത്ത മീറ്റിംഗിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുന്നതിനുള്ള ഒരു കർശന നിർദ്ദേശവും എല്ലാ വകുപ്പുകൾക്കും നൽകിയിട്ടുണ്ട്. അയ്യപ്പ ഭക്തന്മാർ മകരവിളക്ക് ദർശിക്കാൻ വേണ്ടി കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറിൻ്റെ നേതൃത്വത്തിൽ ഒരു പരിശോധന വരും ദിവസങ്ങളിൽ നടത്തുന്നതായിരിക്കും. അതിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് വകുപ്പുമായിട്ടും ചേർന്നിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം വിശദമായി തന്നെ പരിശോധിച്ചുകൊണ്ട് പഴുതടച്ച സുരക്ഷ തന്നെ ഒരുക്കാനുള്ള നിർദ്ദേശങ്ങളാണ് വകുപ്പുകൾക്ക് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളായിട്ടുള്ള വനം വകുപ്പ് അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് തുടങ്ങിയവരുടെ സേവനവും കൃത്യമായിട്ട് ഉറപ്പാക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വലിയാനവട്ടത്ത്, അതായത് പമ്പയിൽ വരാതെ തിരുവാഭരണം വരുന്ന വലിയാനവട്ടത്ത് ഇത്തവണ തിരക്ക് കൂടിയാലും തിരുവാഭരണ ഘോഷയാത്രയെ ബാധിക്കാത്ത രീതിയിൽ ക്രമീകരണങ്ങൾ നടത്താനുള്ള നിർദ്ദേശം വനംവകുപ്പിനും കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മികച്ച രീതിയിൽ തന്നെയാണ് മകരവിളക്ക് മഹോത്സവവും ഈ സീസണിൽ മുന്നോട്ടേക്ക് പോകുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എല്ലാ വകുപ്പുകളുടെയും ഒരു കൃത്യമായിട്ടുള്ളൊരു കോർഡിനേഷൻ അതുപോലെ തന്നെ ഒരു ഊർജ്ജസ്വലമായ പ്രവർത്തനം നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഫോളോ അപ്പും കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവസാനത്തെ ഭക്തനും ഒരു നല്ല ദർശനം നൽകി ശബരിമലയിൽ നിന്ന് സുരക്ഷിതമായി മടക്കി അയക്കുവാൻ ഉള്ള ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എല്ലാ വകുപ്പുകളുടെയും വിശ്വാസം.